ഹായ് ഹലോ എല്ലാവർക്കും മൈ ലഞ്ച് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വീഡിയോയുടെ ഇൻട്രോയിൽ കണ്ട പോലെ തന്നെ ചെറിയൊരു ഫ്ലവർ വൈസാണ്, ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്നൊരു ഫ്ലവർ വൈസാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഗ്രീൻ കളറിൽ ഒരു A4 സൈസുള്ള പേപ്പർ നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ട് വീഡിയോയിൽ കണ്ട പോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൂടെ കൊടുക്കുന്നുണ്ട്. താഴ്ഭാഗം ഒരു 1.5 സെൻറ്റിമീറ്റർ ഗ്യാപ്പിൽ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് വേണം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു മാർക്ക് ചെയ്ത ഭാഗം നമുക്ക് ആവശ്യമുണ്ട് എന്താണെന്ന് പറയാം. അപ്പോൾ എല്ലാ ഭാഗവും ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇതുപോലെ ഡബിൾ സ്റ്റിക്കറായിട്ടുള്ള ആ ഒരു ഇൻസുലേഷൻ ടാപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ വെച്ചിട്ട് ഒട്ടിക്കാം. അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഗ്ലൂ ആയാലും മതി. ഏതായാലും നമ്മൾ താഴ്ഭാഗം കറക്റ്റ് മുട്ടുന്ന രീതിയിൽ പശ തേച്ച് കൊടുക്കരുത്. കുറച്ചൊരു ഗ്യാപ്പ് വിട്ടിട്ട് വേണം പശ തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ നമ്മൾ ഒട്ടിച്ച് കൊടുക്കുന്ന സമയത്തും ആ കറക്റ്റ് രണ്ടും ഒരേ ഒപ്പം നിൽക്കുന്ന രീതിയിൽ നമ്മൾ ഒട്ടിച്ച് കൊടുക്കരുത്. കുറച്ചൊന്ന് കയറ്റി വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിതുപോലെ ഒന്ന് പിരിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ഫ്ലവറിൻ്റെ ബേസ് തയ്യാറായിട്ടുണ്ടാകും. അതായത് ഇതാണ് നമ്മൾ ലീവ്സായിട്ട് കരുതുന്നത്. അപ്പോൾ ഇനി നമ്മളെ കയ്യിൽ ചെറിയ എന്തെങ്കിലും പാത്രങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ കപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ വെച്ചിട്ട് ഇതൊന്ന് ഇതാക്കി കൊടുക്കാം. അപ്പോൾ സൈഡ് നമ്മളൊന്ന് ഒട്ടിച്ചും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി എന്ന് പറയുന്നത്. ഇനി ഇതിൽ ഒട്ടിക്കാനുള്ള കുറച്ച് പൂക്കളും കൂടെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ ചെറിയ ചതുര കഷ്ണങ്ങളായിട്ടുള്ള പേപ്പർ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് കളർഫുൾ ആയിട്ടുള്ള പേപ്പേഴ്സ് ഇങ്ങനെ ഒരു 3-4 ഷെയ്ഡുകൾ നമ്മൾ എടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ട് ജസ്റ്റ് ഒരു ഫ്ലവറിൻ്റെ ഫെദറിൽ നമുക്കൊന്ന് കട്ട് ചെയ്തും കൂടെ കൊടുക്കാം. ഓരോ പൂക്കളും ഓരോ കളറായിരിക്കുമ്പോൾ കാണാൻ ഒന്നും കൂടെ ഭംഗിയുണ്ടാവും കരുതിയിട്ടാണ് വേറെ വേറെ കളറുകൾ നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒരു 3-4 ഷെയ്ഡ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ പൂക്കളും ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ സെൻറ്ററിൽ ഞാനൊരു ഗ്ലിറ്റർ പേപ്പർ വെച്ചിട്ട് ചെറിയൊരു ഡോട്ടും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് ഒട്ടിച്ച് കഴിയുമ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫ്ലവർ വൈസ് നമുക്ക് തയ്യാറായിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് വീഡിയോയുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ലവ് യു. ബൈ.